5/6 into 6/7 into 7/8 into etc. into 100/101. ഇതൊന്ന് ചെയ്ത് നോക്കാവോ? നമുക്ക് നോക്കാം. ഇങ്ങനൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇതൊരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്ന ഒരു പ്രോബ്ലം ആണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നോക്കിയേ, 6ഉം 7 നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. പിന്നെ നോക്കണം, ഇവിടെ 7 ആണ്. സ്വാഭാവികമായും അടുത്ത ആര് വരണം? 8 വരണം. എങ്കിൽ 8 നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. ഇവിടെ 101 ആണ്. സ്വാഭാവികമായും ഇവിടെ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ 100 ആയിരിക്കും. എങ്കിൽ 100 നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. ഇവിടെ നിലവിൽ അവശേഷിക്കുന്നത് ആരൊക്കെയാണ്? ഈ മുകളിൽ പറഞ്ഞ 5, താഴെയുള്ള 101. നമ്മുടെ ആൻസർ എന്താണ്? 5/101. ഓക്കെ ആണോ? വീഡിയോ സ്റ്റക്ക് ആണ് സാർ. കാണുന്നില്ലയോ? ഓക്കെ ആണോ? ഇല്ല, ക്ലിയർ അല്ല. ഇപ്പൊ ഓക്കെ ആണോ? കേൾക്കാവോ? ഓക്കെ ആണ്. ഒന്നുകൂടി പറയൂ. ഓക്കെ, തീർച്ചയായും. Five by 6 into 6/7 into 7/8 into etc. into 100/101. ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട രീതി എന്താ വെച്ചാല്, നോക്കിയേ, ഒരുപോലെയുള്ള സംഖ്യകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. ഈ 6ഉം നമുക്ക് വെട്ടിക്കളയാം. 7ഉം വെട്ടിക്കളയാം. ഇവിടെ നോക്കിയേ, കണ്ടിന്യൂ ചെയ്യുന്നു എന്നതിനെ സൂചിപ്പിക്കാനാണ് ഈ അത് കൊടുത്തിരിക്കുന്നത്, ഡോട്ട്സ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 7 ആണ്, ഇവിടെ എന്തായിരിക്കാം, 8 ആയിരിക്കാം. 8ഉം എന്ത് ചെയ്യാം, വെട്ടിപ്പോവാം. ഓക്കെ അല്ലേ? ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇവിടെ 101 ഉണ്ട്. എങ്കിൽ സ്വാഭാവികമായും ഇവിടെ ആരായിരിക്കാം എന്ന് ചോദിച്ചാൽ 100 ആയിരിക്കാം. ഈ 100ഉം എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. ഇനി ഇവിടെ അവശേഷിക്കുന്നത് ഇവിടെ ഒരു 5, താഴെ ഒരു 101. അപ്പൊ നമ്മുടെ ആൻസർ 5/101. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ അടുത്തതിലോട്ട് പോട്ടെ. ദെൻ വീണ്ടും മറ്റൊരു പ്രോബ്ലം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മറ്റൊരു പ്രോബ്ലം ഇങ്ങനെയാണ്. 7/15 into 75/77 into 11/55. ഒന്ന് ചെയ്തു നോക്കൂ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. നമുക്ക് ഈ 7 കൊണ്ട് 77നെ വെട്ടാം. 77-ല് 7 എത്ര പ്രാവശ്യമുണ്ട്? 11 പ്രാവശ്യമുണ്ട്. സ്വാഭാവികമായും ഈ 11 എന്ത് ചെയ്യും, വെട്ടിപ്പോവും. അപ്പൊ നോക്കണം, 7 കൊണ്ട് 77നെ വെട്ടിയപ്പോൾ 11, ഈ 11 എന്ത് ചെയ്ത് വെട്ടിപ്പോയി. ഇനി വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. നോക്കിയേ, 15 ഉണ്ട്, 75 ഉണ്ട്.
ഒരു 15 15, 5 15 ആണ് എന്തോന്ന് 75. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? 5നെ 5 കൊണ്ട് വെട്ടിയാൽ 1, 55നെ വെട്ടിയാൽ എത്രയാണ്? 11. അപ്പോൾ നമ്മുടെ ആൻസർ ആയി 1/11. ഓക്കെ, ആരൊക്കെയോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 1/11. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ വീണ്ടും അടുത്തതിലോട്ട് പോവാം. One minus 1/2. Okay. 1 minus 1/3. 1 minus 1/4 equal to dash. ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കാം. ഇവിടെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള മാർഗമാണ് പറയുന്നത്. ഇവിടെ ഈ 1 മൈനസ് 1/2 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യ രൂപത്തിലാണ് കിടക്കുന്നത്. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കുന്ന രീതിയിലോട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടെ 1ഉം ഇവിടെ മൈനസും വന്നാൽ, ഇവിടെ 1ഉം മൈനസും വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2ൽ നിന്ന് 1 അങ്ങ് കുറയ്ക്കുക. 2ൽ നിന്ന് 1 അങ്ങ് കുറയ്ക്കുക. 1. അടിയിൽ എന്ത് തന്നെ? 2 തന്നെ. ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ 1ഉം മൈനസും വന്നാൽ, 1ഉം മൈനസും വന്നാല് ഈ 2ൽ നിന്ന് 1 അങ്ങ് കുറയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും? 1. അടിയിലെ ഛേദം മാറില്ല. ഛേദം എന്ത് തന്നെ? 2 ഇൻറ്റു. അപ്പൊ നോക്കി, 1ഉം മൈനസും വന്നാൽ 3ൽ നിന്ന് 1 കുറയ്ക്കുക. എന്താണ്? 2. അടിയിൽ ആര് തന്നെ? പറയൂ, എന്താ? ബോർഡ് കാണാണ്ടായിരുന്നില്ല, ഇപ്പൊ കാണാണ്ട്. ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. അപ്പൊ നോക്കിയേ, ഇവിടെ 1ഉം മൈനസും വന്നാല് ചെയ്യേണ്ട എന്താ വെച്ചാല് ഈ 2ൽ നിന്ന് 1 കുറച്ച് 1 എഴുതി, ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ മാറാറില്ല, 2 എന്ന് തന്നെ എഴുതും. ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ ഇൻറ്റു. അപ്പൊ നോക്കി, വീണ്ടും 1ഉം മൈനസും വന്നാല് 3ൽ നിന്ന് 1 കുറയ്ക്കുക. 2. ഛേദം മാറില്ല. 3 ഇൻറ്റു. നോക്കിയേ, 1ഉം മൈനസും വന്നാല് 4ൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും? 3. അടിയിൽ ആര് തന്നെ? 4 തന്നെ. ക്ലിയർ ആകുന്നുണ്ടോ? വീണ്ടും പഴയ രീതിയിലോട്ട് നമ്മൾ എത്തി. ഈ 2 നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ഈ 3 വെട്ടിക്കളയാം. നമ്മുടെ ആൻസർ 1/4. ക്ലിയർ അല്ലേ? നമുക്ക് ഈ രീതിയിലൂടെ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഓർത്തോളണേ. 1 മൈനസ് വന്നു കഴിഞ്ഞാൽ ഈ 2ൽ നിന്ന് 1 കുറച്ച് എഴുതിയിട്ട് ഛേദം അതുപോലെ എഴുതുക. 1 മൈനസ് വന്നാൽ 3ൽ നിന്ന് 1 കുറച്ച് എഴുതിയിട്ട് ഛേദം അതുപോലെ എഴുതുക. 4ൽ നിന്ന് 1 കുറച്ചിട്ട് ഛേദം അതുപോലെ എഴുതുക. ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞത്? ഓക്കെ. ദെൻ വീണ്ടും അടുത്തൊരു ചോദ്യത്തിലോട്ട് വരാം. 6,15,24. 6,15,24 ഇവയുടെ ലസാഗു എന്ത്? കണ്ടുപിടിച്ചേ. LCM കണ്ടുപിടിച്ചേ. LCM കാണാൻ എല്ലാവർക്കും അറിയാം. ഓക്കെ, പല മെത്തേഡുകളുണ്ട്. നമുക്ക് ആദ്യം റെഗുലർ സ്റ്റെപ്പ് നോക്കാം. ദെൻ LCM എന്ന് പറയുമ്പോൾ നമ്മൾ അവരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ, ദെൻ LCM എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംഖ്യയെങ്കിലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ആ സംഖ്യ കൊണ്ട് ചെയ്യാം എന്ന രീതിയിൽ പഠിച്ചാൽ മതിയാവും. നോക്കിയേ, ഇവിടെ 6 ഉണ്ട്, 15 ഉണ്ട്, 24 ഉണ്ട്. ഈ 3 സംഖ്യകളെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം 6നെ 2 കൊണ്ട് ചെയ്യാം, 24നെ 2 കൊണ്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യയായി 2 കൺസിഡർ ചെയ്യാണ്. 6ൽ എത്ര 2 ഉണ്ട്? 3 പ്രാവശ്യം.
15-ല് 2 ഇല്ല, 15 അതുപോലെ എഴുതി. 24-ല് 2 12 പ്രാവശ്യം. വീണ്ടും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3-ല് 3 1 പ്രാവശ്യം, 15-ല് 3 5 പ്രാവശ്യം, 12-ല് 3 4 പ്രാവശ്യം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ചെയ്തില്ലേലും കുഴപ്പമില്ല, ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടത് LCM ആണ്. പെട്ടെന്ന് പഠിക്കാനായിട്ട് LCM എന്നായത് കൊണ്ട് L ആകൃതി എന്ന് ഓർത്താൽ മതി. നമുക്ക് L ആകൃതിയിലുള്ള എല്ലാ പേരും വേണം. അപ്പൊ നോക്കിയേ, 2 ഗുണം 3 6, 6 ഗുണം 5 6 5 30, 30 ഗുണം 4 3 4 12 120. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. LCM എന്ന് പറയുമ്പോൾ L ആകൃതിയിൽ എടുത്താൽ മതി, എല്ലാ പേരെയും ഉൾപ്പെടുത്തി എടുത്താൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ദെൻ വീണ്ടും ഒരു ചോദ്യം കൂടെ എഴുതാം. 5,8,3 5,8,3 ഇവയുടെ LCM എന്ത്? ഓക്കെ, നോക്കാം. ഇവിടെയും പ്രശ്നം എന്താ വെച്ചാല് നമുക്ക് ഇതിനകത്ത് ഡിവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. 5-നെ 5 കൊണ്ടേ പറ്റൂ, 8-നെ വേണമെങ്കിൽ 2 കൊണ്ടോ 4 കൊണ്ടോ പറ്റും, 3-നെ 3 കൊണ്ടേ പറ്റും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവ പരസ്പരം എന്ത് ചെയ്താലും മതി, ഗുണിച്ചാലും മതി. ഇനി അഥവാ പരീക്ഷാ ഹാളിൽ പോയിരുന്നു, അതിനെപ്പറ്റി നിങ്ങൾ മറന്നുപോയി, നിങ്ങൾക്ക് ഇത് ചെയ്യണം എന്നാണ് ആഗ്രഹമെങ്കിൽ ചെയ്താലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നോക്കിയാൽ ചെയ്തു നോക്കാം നമുക്കൊന്ന്. ഞാനിവിടെ 5 എടുത്തു, 5-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 8 അതുപോലെ എഴുതി, 3 അതുപോലെ എഴുതി. ഓക്കെ അല്ലേ? വീണ്ടും ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1, 8-നെ എന്ത് തന്നെ എഴുതാം നമുക്ക് 4, 3-നെ അതുപോലെ എഴുതി. ഓക്കെ, വീണ്ടും നമുക്ക് ചെയ്യേണ്ടി വന്ന് 2 കൊണ്ട് ചെയ്താൽ 1 2 3. ഓക്കെ, ഇനിയും ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. പറ്റുന്നില്ലയോ? ഒന്നും കാണുന്നില്ല. പോയി സാറേ, ബോർഡ് കാണുന്നില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്, കാണാവോ? ആ ആ ആ ഓക്കെ ആണോ? ഓക്കെ, നോക്കിയേ. അപ്പൊ ഇവിടെ നമ്മൾ LCM-നെ പറ്റിയാ പറഞ്ഞേ. അപ്പൊ LCM എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ആകൃതിയിൽ എടുത്താൽ മതി? എല്ലാ ആകൃതിയിൽ എടുത്താൽ മതി. അപ്പൊ നോക്കിയേ, 5 ഗുണം 2 എന്ന് പറയുന്നത് 10 ആണ്, 10 2 20 ആണ്, 20 ഗുണം 2 40 ആണ്, 40 ഗുണം 3 എന്ന് പറയുന്നത് 120 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, 5 ഗുണം 8 ഗുണം 3 ചെയ്താലും ആൻസർ ശരിയായിരിക്കും, 120 ആയിരിക്കും. ഇനി എക്സാം ഹാളിൽ പോകുമ്പോൾ സംശയമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്താൽ മതി, നേരെ ഇങ്ങനെ അങ്ങ് ക്ലാസിഫൈ ചെയ്തിട്ട് ചെയ്താലും മതി. ഓക്കെ ആണോ? ഓക്കെയാണ് സാർ. ഹലോ സാറേ, ഓക്കെയാണ്. ഓക്കെ ഓക്കെ. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ, പറയണം. സ്ക്രീൻ ഒന്ന് വലുതാക്കാൻ പറ്റുമോ സാറേ? സാറിന്റെ സ്ക്രീന് കാണാൻ പറ്റുന്നില്ല അല്ലേ? ചെറിയ വിൻഡോ ആയിട്ടാണ് ഇതിൽ കാണുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? സ്ക്രീൻ ആയിട്ട് കിട്ടുമെങ്കിൽ നന്നായിരുന്നു. ചില ക്ലാസ് അങ്ങനെ കിട്ടാറുണ്ട്. ഇപ്പൊ ഓക്കെ ആണോ?
ഇല്ല, ചെറിയ വിൻഡോ തന്നെ ഇപ്പൊ ഉള്ളത്. ചെറിയ അത് വിൻഡോ അല്ലേ? അതെ, നോക്കട്ടെ. ഫുൾ സ്ക്രീൻ കൊടുത്താൽ മതി, നമുക്ക് വലുതായിട്ട് കിട്ടുന്നുണ്ട്. അത് നമ്മളെ എൻഡിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫോണിലെ അതിലൊന്നും ആ. കൊടുത്തു നോക്കിയാണ് അതിനകത്ത് മേക്ക് യുവർ വീഡിയോ ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞ് കാണും. അതെ, അത് നോക്കാം സാർ. എന്നാൽ ഓക്കെ. ഒന്ന് നോക്കി നോക്കണം. ആ സൈഡിൽ ഒരു 3 ഡോട്ട്സ് കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതെ നോക്കാം. ഓക്കെ. ഓക്കെ ആണോ? സാർ കണ്ടിന്യൂ ചെയ്തോ, നോക്കിക്കോളാം സാർ. ഓക്കെ. അപ്പൊ നോക്കി, ഞാൻ ഈ പറഞ്ഞ ആശയം മനസ്സിലായി കാണുമല്ലോ. ദെൻ വീണ്ടും നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. എഴുതിയേ 10,15,20 10,15,20 10,15,20 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏത്? എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏത്? ഓക്കെ അല്ലേ? ഓക്കെ, അവിടെയും നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനൊരു പ്രോബ്ലത്തിൽ നമ്മളൊരു ഹിന്റ് ആയിട്ട് കണക്റ്റിംഗ് വേർഡ് ഇങ്ങനെ ഓർക്കണം. ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഏറ്റവും ചെറുത് എന്ന ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടൻ വേറെ ഒന്നിലോട്ട് ചെയ്യരുത്. അതെന്തായിരിക്കും? എൽസിയം ആയിരിക്കുമെന്ന് ഓർത്തോളണം. ഏറ്റവും വലുത് എന്നാണെങ്കിൽ എന്തായിരിക്കും? HCF എന്നായിരിക്കും. ഏറ്റവും ചെറുത് എന്നാണെങ്കിൽ LCM ആയിരിക്കും. ഓർത്തോളണേ, ഏറ്റവും ചെറുത് എന്നാണെങ്കിൽ LCM ആയിരിക്കും, ഏറ്റവും വലുത് എന്നാണെങ്കിൽ എന്തായിരിക്കും? HCF ആയിരിക്കും. ഓക്കെ, അപ്പോഴേ നമുക്ക് മനസ്സിലായി. ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് മനസ്സിലായി എന്താണ് LCM. 15, 10, 15, 20 LCM-ലോട്ട് പോയി. അപ്പൊ ശ്രദ്ധിക്കണം, 10 നോക്കിയേ, നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ 5 കൊണ്ട് ഡയറക്റ്റ് അങ്ങ് ഡിവൈഡ് ചെയ്യാം. 10-ലാണെങ്കിൽ 2 പ്രാവശ്യം, 15-ലാണെങ്കിൽ 3 പ്രാവശ്യം, 20-ലാണെങ്കിൽ 4 പ്രാവശ്യം. വേണം നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. നോക്കിയേ, 2 കൊണ്ട് ചെയ്യാം. 1 പ്രാവശ്യം, 3 പ്രാവശ്യം, 2 പ്രാവശ്യം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. LCM ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എന്തെടുക്കുക? എല്ലാ ആകൃതിയിലെടുത്ത് ഇൻറ്റു ചെയ്യുക. 5 2 10, 10 3 30, 30 ഗുണം 2 60. നമുക്ക് LCM എന്ത് കിട്ടി? 60 എന്ന് കിട്ടി. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? LCM കിട്ടിയത്? LCM 60 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കണം. ആ ചോദ്യത്തിൽ ഇങ്ങനെയാ പറഞ്ഞേ, 10, 15, 20 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. നമുക്ക് കിട്ടിയതോ 2 അക്ക സംഖ്യ. നമുക്ക് വേണ്ടത് 3 അക്ക സംഖ്യ. അങ്ങനെയെങ്കിൽ കിട്ടിയ LCM-ന്റെ മൾട്ടിപ്പിൾ എടുക്കണം. LCM-ന്റെ അടുത്ത മൾട്ടിപ്പിൾ, 60-ന്റെ അടുത്ത മൾട്ടിപ്പിൾ എത്രയാ? 120. ക്ലിയർ അല്ലേ? 120 ഒരു മൂന്നക്ക നമ്പർ അല്ലേ? അതുകൊണ്ട് നമ്മുടെ ആൻസർ 120. ക്ലിയർ അല്ലേ? ഇനി അതേസമയം നമ്മൾ വേറൊരു പ്രോബ്ലം ചെയ്തു. നമുക്ക് കിട്ടിയ LCM 30 ആണെന്നിരിക്കട്ടെ. നമുക്ക് വേണ്ടത് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. 30 മൂന്നക്ക സംഖ്യ അല്ല. അടുത്ത എന്താ? 60 മൂന്നക്ക സംഖ്യ അല്ല. അടുത്ത് വീണ്ടും 60 കഴിഞ്ഞപ്പോൾ എന്താ വരേണ്ടത്? 30-ന്റെ അടുത്ത മൾട്ടിപ്പിൾ 90 മൂന്നക്ക സംഖ്യ അല്ല. അങ്ങനെ നോക്കുമ്പോൾ അത് കഴിഞ്ഞ് എന്തോ വരും? 120 വരും. ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ ഇങ്ങനെ പറഞ്ഞു പോണം. എവിടെയാണ് ആദ്യമായിട്ടൊരു മൂന്നക്ക വരുന്നത്, അതാണ് നമ്മുടെ ആൻസർ. അങ്ങനെ വരുമ്പോ ഈ കൂട്ടത്തിൽ നമ്മുടെ ആൻസർ ആരാ? 120. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ സാറേ. ഓക്കെ. വീണ്ടും നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം. 4,6,8 4,6,8 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏത്? 4,6,8 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏത്? പഴയതുപോലെ ചെയ്യണം. അവിടെയും ആൻസർ 120 വന്നു തോന്നുന്നു. നോക്കിയേ 4 ഇപ്പൊ നമുക്ക് 2 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 2, 3,
4. ഓക്കെ അല്ലേ? വീണ്ടും നമ്മൾ 2 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 1 3 2 2 2 4 4 3 12 12 2 24. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ LCM കിട്ടി. അപ്പോ നോക്കണം, നമുക്ക് വേണ്ടത് 3 അക്കമാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ മൾട്ടിപ്പിളിലോട്ട് പോവേണ്ടി വരും. അപ്പൊ നമുക്കറിയാം 24ന്റെ അടുത്തതെന്ന് പറയുന്നത് 48 ആണ്. നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് വേണമെങ്കിൽ 48 കൂടെ നോക്കിയാൽ പോലും നമുക്കറിയാം 40 43 88 16 96 വരും. അവിടെ വന്നാൽ നമുക്കിത് കിട്ടില്ല അല്ലേ? 96ന്റെ കൂടെ ഒരു 4 കൂടെ കൂട്ടിയാൽ 100 120. അപ്പൊ നമ്മുടെ ആൻസർ എന്തോ വരും? 120 എന്ന് വരും. ഓക്കെ ആണോ? വേറെ ഒന്നുമില്ല, നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഈ 24ന്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ മതി, നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടും? 120 എന്ന് കിട്ടും. കാരണം 24 തുടങ്ങി പിന്നെ ഒരു 3 അക്കം വരണമെങ്കിൽ ഏതുവരെ വരണം? 120 വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വരേണ്ടതായിട്ട് വരും. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനോട് വരാം. 12, 14, 16. 12, 14, 16 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 12, 14, 16 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 12, 14, 16. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല്, ഇവിടെയും ഏറ്റവും ചെറുത് എന്നൊരു വാക്ക് വന്നത് കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് LCM തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം LCM കണ്ടുപിടിക്കാം. ഓക്കെ, 2 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 6 2 12, 7 2 14, 8 2 16. ഓക്കെ, വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 3 7 4. ഓക്കെ, ഇനി ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം. 2 2 4 4 3 12 അല്ലെ? 12 × 4 നോക്കിയാൽ 48 × 7. ക്ലിയർ അല്ലേ? 7 8 എത്ര? 7 8 7 7 49, 7 8 56, 6 5 ശിഷ്ടം. ഓക്കെ, 4 7 28, 2 30 336 എന്ന് കിട്ടും. കിട്ടിയത് എന്തോന്നാണ്? LCM ആണ് കിട്ടിയത്. ഓക്കെ അല്ലേ? LCM കിട്ടി. ഇനി എന്താ ഇതിൽ പറഞ്ഞിരിക്കണേ? ശിഷ്ടം നമുക്ക് എത്ര കിട്ടണമെന്നാ പറഞ്ഞേ? 3 വരണമെന്നാ പറഞ്ഞത്. അപ്പോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. LCM കണ്ടുപിടിക്കുക, അതിന്റെ കൂടെ എന്ത് കൂട്ടുക? ശിഷ്ടം കൂട്ടുക. LCM കണ്ടുപിടിക്കുക, അതിന്റെ കൂടെ ശിഷ്ടം എന്ത് ചെയ്യുക? കൂട്ടുക. അപ്പൊ നമ്മുടെ ആൻസർ 336 + 3. ആൻസർ 339. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഓർക്കണം, മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്തേ. പറഞ്ഞത് ഇങ്ങനെയാണ്: ശിഷ്ടം 3 വരുന്നത് അല്ലെങ്കിൽ ശിഷ്ടം ഏതെങ്കിലും ഒരു സംഖ്യ വരുന്നത് എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം LCM കണ്ടുപിടിക്കണം. അതിനോടൊപ്പം എത്രയാണോ ശിഷ്ടം പറയുന്നത് അതിന് എന്ത് ചെയ്യുക? കൂട്ടുക. ആദ്യം LCM കണ്ടുപിടിക്കണം, അതിനോടൊപ്പം ശിഷ്ടം എന്ത് ചെയ്യുക? കൂട്ടുക. ക്ലിയർ അല്ലേ? എന്ന് വെച്ചാല് വേറെ ഒന്നുമില്ല. ഈ 339നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 3 ശിഷ്ടം കിട്ടും. 14 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 3 ശിഷ്ടം കിട്ടും. 16 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 3 ശിഷ്ടം കിട്ടും. ഇതാണ് അതിന്റെ ഒരു ലോജിക് ആയിട്ട് പറയുന്നത്. വ്യക്തമാണല്ലോ? ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്തു നോക്കാം. പന്ത്രണ്ട് 15, 20. 12, 15, 20 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4 കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ശിഷ്ടം 4 കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 12,
15 20 ചെയ്ത് നോക്കിയേ. ദെൻ LCM എടുക്കാൻ പോവുക. ഞാനിവിടെ 2 കൊണ്ട് തന്നെയാണ് LCM എടുക്കാൻ പോകുന്നത്. ആദ്യം എടുക്കുന്നത് 6 15 10 3 15 5. ഞാൻ പിന്നെ 5 എടുത്തു കേട്ടോ. 3 3 1 വീണ്ടും 3 എടുത്തു. 1 1 നോക്കാം. 2 2 4 4 5 20 20 ഗുണം 3 എന്താണ് 60. ഓക്കെ അല്ലേ? LCM എന്ത് കിട്ടി? 60 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? LCM കിട്ടി. സിസ്റ്റം 4 പറഞ്ഞ്. അപ്പൊ സിസ്റ്റം 4 അങ്ങ് കൂട്ടും. നമ്മുടെ ആൻസർ 64. പ്രശ്നമുണ്ടോ? ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ദെൻ വീണ്ടും നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോവാം. എഴുതിയേ 12, 18, 27. 12, 18, 27 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം 8 14 23 എന്നിവ ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 8 14 23 എന്നിവ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നേരത്തെ ഒരു ശിഷ്ടമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. യഥാക്രമം 8 14 23 ഇങ്ങനെയാണ് ശിഷ്ടങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കണം. നമ്മുടെ LCM കണ്ടുപിടിക്കാം. ആദ്യം പറഞ്ഞ നമ്പറുകളുടെ LCM നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6, ഇവിടെ 9. ഓക്കെ, ഇവിടെ അതുപോലെ എഴുതാം. 27 എന്ന് തന്നെ എഴുതി വയ്ക്കാം. ദെൻ വീണ്ടും നമുക്ക് 3 കൊണ്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. 2 3 9 3 27. വീണ്ടും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 1 3. ഓക്കെ അല്ലേ? നമുക്ക് ഇനി ഒന്ന് ഗുണിച്ച് നോക്കാം. 3 2 6 6 3 18 18 ഇൻറ്റു 2 36 36 ഇൻറ്റു 3 36 ഇൻറ്റു 3 എന്ന് പറയുന്നത് 108. ഈ കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ LCM ആണ് കിട്ടിയത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കേണ്ടത്, നമുക്കിനി യഥാക്രമ ശിഷ്ടങ്ങൾ പറഞ്ഞിട്ടില്ലേ, അവിടെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിച്ചോളണേ. ഞാൻ ഇതിനൊന്ന് എഴുതാൻ പോവുക. ഞാൻ ഇതിനൊന്ന് വായിക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യനിലെ നമ്പർ ആയിട്ടുള്ള 12 18 27 ഇതിൽ നിന്നും ഈ യഥാക്രമ ശിഷ്ടങ്ങളെ കുറയ്ക്കുക. അപ്പൊ നോക്കിയേ, 8 14 23 യഥാക്രമം ശിഷ്ടങ്ങളെ കുറയ്ക്കുക. അപ്പൊ നോക്കിയേ, ഇങ്ങനെ കുറച്ചപ്പോ നമുക്കിവിടെ 4 4 4 നോക്കിയേ, എല്ലായിടത്തും ഒരേ നമ്പർ അല്ലേ കിട്ടിയേ. ഇതിനെ വിളിക്കുന്ന പേരാണ്, സെയിം നമ്പർ ആയതുകൊണ്ട് നമുക്ക് പൊതുവ്യത്യാസം എന്നാണ് സാധാരണ ഈ നമ്പറിനെ നമ്മൾ വിളിക്കാറ്. ഓക്കെ, അപ്പോ നമുക്ക് LCM നേരത്തെ കിട്ടി 108 എന്ന് കിട്ടി. ഇപ്പോൾ പൊതുവ്യത്യാസം 4 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ കാണാൻ വേറെ ഒന്നും വേണ്ട. നമ്മുടെ LCM-ൽ നിന്നും പൊതുവ്യത്യാസം എന്ത് ചെയ്യണം അറിയാവോ? കുറയ്ക്കണം. LCM-ൽ നിന്നും പൊതുവ്യത്യാസം കുറയ്ക്കണം. അപ്പൊ നോക്കിയേ, 2 മോഡലായി. ഒന്നാമത്തെ മോഡൽ നമ്മൾ എന്താ പഠിച്ചത്? LCM പ്ലസ് ശിഷ്ടം. അവിടെ ഒരു ശിഷ്ടമേ ഉള്ളൂവെങ്കിൽ കൂട്ടിയെടുക്കണം. ഇവിടെ അങ്ങനെയല്ല. യഥാക്രമ ശിഷ്ടങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആദ്യം പൊതുവ്യത്യാസം കാണണം, LCM-ൽ നിന്ന് കുറയ്ക്കണം. അതായത് നമ്മുടെ ആൻസർ 108 മൈനസ് 4 എന്തായിരിക്കും? 104. ഓക്കെ ആണോ? ഓക്കെ. ദെൻ വീണ്ടും നമുക്ക് ഒരു ചോദ്യം കൂടെ ഇതേ മോഡൽ ഒരെണ്ണം കൂടെ ചെയ്യാം. 4, 5, 8, 9 4, 5, 8, 9 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 4, 5, 8, 9 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ
യഥാക്രമം 3, 4, 7, 8. 3, 4, 7, 8. എന്നീ ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഓക്കെ, നമുക്ക് ആദ്യമേ വേണം ഇതൊന്ന് പൊതുവ്യത്യാസം കണ്ടുവയ്ക്കാം. എന്താണ് പൊതുവ്യത്യാസമൊക്കെ ഒന്ന് തന്നെയാണ്. ഇനി നമുക്കൊരു LCM എടുക്കാം. ആൻസർ പലരും പറഞ്ഞു തുടങ്ങി. നോക്കാം. 4, 5, 8, 9. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ. മറ്റേത് പറയണം. നമ്മൾ ഈ പൊതുവ്യത്യാസം ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ സംഖ്യ തന്നിട്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ആ LCM കണ്ടിട്ട് ആ 3 കൂട്ടുമല്ലായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതെ. അപ്പൊ ഇവിടെ വന്നപ്പം ആ പൊതുവ്യത്യാസത്തിലുള്ള 3 സംഖ്യ കൂടെ വരുന്നതല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ LCM കണ്ടിട്ട് ആ പൊതുവ്യത്യാസം കൂട്ടുവല്ലയോ ചെയ്യുന്നത്, അതോ കുറയ്ക്കുക തന്നെ ചെയ്യുക? അതോ ഈ കേസിൽ കുറയ്ക്കുക തന്നെ ചെയ്യണം. എന്താ കാര്യം എന്ന് വെച്ചാല്, ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് നോക്കാം. ഞാനിവിടെ ഇതിന്റെ LCM ഒന്ന് എടുക്കാൻ പോയാ, നമുക്ക് 2 കൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2, 5, 4, 9 എന്ന് എഴുതാം. ഒന്നും കൂടെ ചെയ്യുകയാണെങ്കിൽ 1, 5, 2, 9 എന്ന് എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതിങ്ങനെ ഗുണിച്ചെടുത്താലും മതി. 2, 2, 4, 4, 5, 20, 20 ഗുണം 2, 40, 40 ഗുണം 9 എന്ന് പറഞ്ഞാൽ 9, 36, 360. ഓക്കെ അല്ലേ? ഇനി ഞാനിവിടെ പറഞ്ഞു ഈ 360-ൽ നിന്നും നമ്മുടെ പൊതുവ്യത്യാസം എന്ത് ചെയ്യാനാ പറഞ്ഞേ? കുറയ്ക്കാനാ പറഞ്ഞു. എന്ന് വെച്ചാൽ 360-ൽ നിന്നും 1 പോയാൽ 359 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്യാം. ഈ 359-നെ ഓക്കെ അല്ലേ, ഞാൻ ഈ 4 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. നോക്കാം. 35-ൽ എത്ര 4 ഉണ്ടെന്ന് ചോദിച്ചാല് നമുക്കറിയാം. എത്രയാ? 9 പറയില്ല. 8, 4, 32. ഇവിടെ ഒരു 9, 3. ഓക്കെ അല്ലേ? 39-ൽ എത്ര 4 ഉണ്ടെന്ന് ചോദിച്ചാല് 9, 4, 36. നോക്കിയേ, ഇഷ്ടം കണ്ടോ 3 വന്നത്? പറഞ്ഞ മനസ്സിലായോ? ഓക്കെ ആണോ? ആ, സംശയം ചോദിച്ച ആള് കേൾക്കുന്നുണ്ടോ? ഓക്കെയാണ്. ഓക്കെ. ഇതുപോലെ തന്നെ നോക്കിയേ, ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്താൽ, ഇപ്പൊ ഞാൻ ഈ 359-നെ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് അടുത്ത നമ്പറായ 5 കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും ഇതിനൊക്കെ അങ്ങ് മായ്ച്ചു കളഞ്ഞു. ഞാൻ 4-ന് പകരം 5 എടുത്തു. ഓക്കെ, നോക്കിയേ, നമുക്കത് അറിയാം. 35 ചെയ്യുമ്പോൾ നമുക്കറിയാം എത്ര കിട്ടുമെന്ന് ചോദിച്ചാല് 7, 5, 35. ഇവിടെ ഒരു 9 ശിഷ്ടം വരും. ഒരു 5, 5 ശിഷ്ടം. നോക്കിയേ, 4. രണ്ടാമത്തെ സംഖ്യയായ 4 കിട്ടിയില്ലയോ? അങ്ങനെ ആൻസർ കിട്ടണം എങ്കിൽ പൊതുവ്യത്യാസം കുറയ്ക്ക തന്നെ ചെയ്യണം. ആൻസർ ഓക്കെ ആണോ? ഓക്കെ. വീണ്ടും നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പോൾ ആശയം മനസ്സിലാക്കണം. ഒരു ശിഷ്ടമെന്നാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. എന്നാൽ യഥാക്രമം ശിഷ്ടങ്ങളാണ് വരുന്നതെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിച്ചിട്ട് പൊതുവ്യത്യാസം കുറയ്ക്കണം. ഒരിക്കലും ശിഷ്ടങ്ങളെ കുറയ്ക്കരുത്, പൊതുവ്യത്യാസങ്ങളെ കുറയ്ക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ സാർ. ഓക്കെ, നമുക്ക് വീണ്ടും മറ്റൊരു സെക്ഷനിൽ നിന്ന് വേറെ ഒരു ചോദ്യം കൂടെ ചെയ്യാം. ഓക്കെ, 2,40,000 രൂപയ്ക്ക്
2,40,000 രൂപയ്ക്ക് 9% നിരക്കിൽ 9 മാസത്തേക്ക് എത്ര രൂപ പലിശ കൊടുക്കണം? 2,40,000 രൂപയ്ക്ക് 9% നിരക്കിൽ 9 മാസത്തേക്ക് എത്ര രൂപ പലിശ കൊടുക്കണം? അപ്പൊ ഇവിടെ നമ്മൾ പലിശ എന്ന് പറയുന്ന ഒരു മേഖലയെ പറ്റി അവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പലിശ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് എന്നാണ് നമ്മൾ പറയാറ്. I സമം PNR/100 എന്നാണ് പറയാറ്. ഓക്കെ. അപ്പൊ ഈ 100 ആറിന്റെ അടിയിലാണോ എഴുതുന്നതെന്ന് ചിലർക്ക് സംശയമുണ്ട്. അതോ മൊത്തത്തിൽ വരച്ചെഴുതണോ? എങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഈ വരയുടെ അടിയിലാണ് ആര് വരുന്നത്? 100 വരുന്നത്. എങ്ങനെ ആയാലും ബുദ്ധിമുട്ടില്ല. ഓക്കെ. ഇവിടെ 3 തരത്തിലാണ് സാധാരണ പലിശ കൈകാര്യം ചെയ്യാറ്. 1 വർഷത്തേക്ക് പലിശ കാണുക, 2 മാസത്തേക്ക് പലിശ കാണുക, 3 ദിവസത്തേക്ക് പലിശ കാണുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാസത്തേക്ക് പലിശ കാണാൻ. ഓക്കെ. അപ്പൊ നോക്കാം. നമുക്ക് മാസത്തേക്ക് പലിശ കാണാനായിട്ട് നമ്മുടെ സൂത്രവാക്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. സൂത്രവാക്യത്തിൽ സെയിം തന്നെയാണ്. നമുക്ക് നോക്കാം. P 2,40,000 രൂപ എന്നാണ് പറഞ്ഞത് അല്ലെ. 2,40,000 ഇൻറ്റു വർഷം നമുക്ക് എന്തേ കൊടുക്കാൻ പറ്റൂ? മാസമേ കൊടുക്കാൻ പറ്റൂ. 9 മാസം. അപ്പൊ 9 മാസം എഴുതുമ്പോ അടിയിൽ നമ്മൾ എന്ത് കൊടുക്കണമെന്ന് ചോദിച്ചാല് 12. എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് ഒരു വർഷം എന്ന് പറയുമ്പോൾ എത്ര മാസമാണ്? 12 മാസമാണ്. അതിൽ 9 മാസത്തെ പലിശ കണ്ടുപിടിച്ചാല് മതി. ഇൻറ്റു ശതമാനം 9 ആയത് കൊണ്ട് അടിയിൽ എന്ത് കൊടുക്കാം? 100 കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇനി വളരെ എളുപ്പമാണ്. 2 സീറോയും 2 സീറോയും എന്ത് ചെയ്യുക? വെട്ടിക്കളയുക. 12 കൊണ്ട് 24 വെട്ടിയാൽ 2 എന്ന് കിട്ടും. ഇവിടെ 2 0 അങ്ങ് മുകളിൽ കൊടുത്താൽ മതി. ഇനി നമുക്ക് ചെയ്യാനായിട്ട് 200 ഇൻറ്റു 9 ഇൻറ്റു 9 ചെയ്താൽ മതി. പെട്ടെന്ന് ചെയ്യാനായിട്ട് 9 9 81 ഇൻറ്റു എന്താണ്? 200 ആണ്. 2 കൊണ്ട് ഇതിനെ അങ്ങ് ഗുണിച്ച് നോക്കുക. 2 8 2 16. 2 0 കൂടെ കൊടുത്തപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 16,200 എന്ന് കിട്ടി. 16,200. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ മറന്നു പോകരുത്. പലിശ കണ്ടുപിടിക്കേണ്ട സൂത്രവാക്യമാണ് എന്തെന്ന് പറയുന്നത്? I സമം PNR/100. I സമം PNR/100. എന്നാൽ ചില പരീക്ഷകളിൽ I മാത്രമല്ല ചോദിക്കാറ്, PNR ഇത് 3ഉം കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. ഓക്കെ. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ എളുപ്പത്തിന് പഠിക്കാനായിട്ട് ഇവിടുന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നാൽ മതി. P ആയാലും N ആയാലും R ആയാലും മുകളിൽ ഒരേ ഒരു നമ്പറേ ഉള്ളൂ. I ഇൻറ്റു 100 ആണെന്ന് എപ്പോഴും എന്ത് ചെയ്യുക? ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ. P ആയാലും N ആയാലും R ആയാലും മുകളിൽ ആര് തന്നെ? I ഇൻറ്റു 100. അപ്പൊ ഇനി ചിന്തിക്കണം, താഴെ ആര് എന്നതാണ് അടുത്ത നമ്മുടെ ചോദ്യം. അപ്പൊ അവിടെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് P ഉണ്ട്, I ഉണ്ട്, 100 ഉണ്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ അവശേഷിക്കുന്നത് ആരൊക്കെയാ? N-ഉം R-ഉം. എവിടെ കൊടുക്കുക? താഴെ കൊടുക്കുക. ഇവിടെ നോക്കിയേ, N ഉണ്ട്, I ഉണ്ട്, 100 ഉണ്ട്. അപ്പൊ ഇവിടെ അവശേഷിക്കുന്ന ആരൊക്കെയാ? P-യും R-ഉം. ഇവിടെ R ഉണ്ട്, I ഉണ്ട്, 100 ഉണ്ട്. ബാക്കി ആരാ? P-യും N-ഉം. ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇത് തന്നെയാണ് സൂത്രവാക്യം. ഇവിടുന്ന് അപ്പുറം ഇപ്പുറമൊക്കെ കൊണ്ടുവരുമ്പോഴാണ് ഈ രീതിയിലോട്ട് മാറുന്നത്. ഓക്കെ ആണോ? ഓക്കെ. വീണ്ടും ഒരു ചോദ്യത്തിലോട്ട് വരാം. 6% സാധാരണ പലിശ നിരക്കിൽ 6% സാധാരണ പലിശ നിരക്കിൽ ഒരു വർഷം 300 രൂപ പലിശ കിട്ടുന്നുവെങ്കിൽ 6% സാധാരണ പലിശ നിരക്കിൽ ഒരു വർഷം 300 രൂപ പലിശ കിട്ടുന്നുവെങ്കിൽ ഒരാൾ ബാങ്കിൽ എത്ര രൂപ നിക്ഷേപിക്കണം? ഒരാൾ ബാങ്കിൽ എത്ര രൂപ നിക്ഷേപിക്കണം? നോക്കാം. 6 നമുക്കറിയാം 6% പറഞ്ഞത് അല്ലെ. പിന്നെന്താ? പലിശയും നമുക്കറിയാം. എത്രയാ? എത്രയാ പറഞ്ഞേ? 300 രൂപ എന്നാ പറഞ്ഞിരിക്കുന്നേ അല്ലെ. വർഷവും നമുക്കറിയാം. എത്ര വർഷം? 1 വർഷമാണ്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? P
പി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പി കണ്ടുപിടിക്കേണ്ടി വന്നാൽ നമുക്കറിയാം മുകളിൽ ആര് തന്നെ ഐ ഇൻറ്റു എന്താണ് 100 ആണ് അല്ലേ. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇൻട്രസ്റ്റ് ആയിട്ട് 300 ഇൻറ്റു 100 എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കാം? പി ഉണ്ട്, ഐ ഉണ്ട്, 100 ഉണ്ട്. ബാക്കിയുള്ളവർ താഴെ കൊടുക്കണം. 1 ഇൻറ്റു 6 അല്ലെ. 6 കൊണ്ട് 30 വെട്ടിയാല് 5, ഒരു 0 കൂടെ കൊടുത്താല് 50. 100 ഇൻറ്റു 50. അപ്പൊ 50ന്റെ കൂടെ 2 0 കൂടെ കൊടുത്താൽ മതി. നമ്മുടെ ആൻസർ 5000. ഓക്കെ, ഗുഡ്. എല്ലാവരും ആൻസർ കമന്റ് ചെയ്യുന്നുണ്ട്. 5000. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. ഈ മേഖലയിൽ നിന്ന് ഒരു ചോദ്യം കൂടെ ചെയ്യാം. ഒരാൾ 8000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചത് 4 വർഷത്തിന് ശേഷം 9600 രൂപയായി തിരികെ ലഭിച്ചാൽ 9600 രൂപയായി തിരികെ ലഭിച്ചാൽ പലിശ നിരക്ക് എത്ര ശതമാനമായിരിക്കും? പലിശ നിരക്ക് എത്ര ശതമാനമായിരിക്കും? ഓക്കെ അല്ലേ. അപ്പോ 8000 രൂപ ഉണ്ടായിരുന്നു, അത് ഒരു 4 വർഷത്തേക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. അപ്പോൾ നമുക്ക് 9600 ആയിട്ട് കിട്ടി. എങ്കിൽ എന്താണ് ചോദ്യം? അവിടുത്തെ ശതമാനം പലിശ നിരക്കാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ അല്ലേ. അപ്പൊ അതറിയാനായിട്ട് നമുക്കറിയാം പലിശ നിരക്കാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ മുകളിൽ പലിശ കൊടുക്കണം അല്ലെ. അപ്പൊ നോക്കിയേ, 8000 9600 ആയി. അപ്പൊ അവിടെ ഒരു ചോദ്യം ഇരിപ്പുണ്ട്, എന്താണ് പലിശ? അധികമായിട്ട് കിട്ടുന്നത് എന്താണോ അല്ലെങ്കിൽ അധികമായിട്ട് കൊടുക്കുന്നത് എന്താണോ അതാണ് പലിശ. അങ്ങനെ വരുമ്പോ 8000-ഉം 9600-ഉം തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, ഓക്കെ, ആ വ്യത്യാസമാണ് ഇവിടുത്തെ പലിശ. എന്ന് വെച്ചാൽ 1600 ആണ് പലിശ. ഇൻറ്റു, ഓക്കെ അല്ലെ, ഐ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ. അപ്പോ ഐ ആയി 100 ആയി. ഇനി പി നമുക്കറിയാം 8000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇൻറ്റു വർഷം 4 ആണെന്ന് ചോദ്യത്തില് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ. നോക്കിയേ, നമുക്ക് വെട്ടാം. ഈ 2 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി. 8 കൊണ്ട് 16 വെട്ടിയാൽ 2, ഒരു 0 20. 4 കൊണ്ട് 20 വെട്ടിയാൽ നമ്മുടെ ആൻസർ എന്താണ്? 5. നമ്മുടെ ആൻസർ 5. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. 10% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 10% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 5000 രൂപ നിക്ഷേപിക്കുന്നു. 5000 രൂപ നിക്ഷേപിക്കുന്നു. 5000 രൂപ നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷത്തിന് ശേഷം എന്ത് തുക തിരികെ ലഭിക്കും? എങ്കിൽ 2 വർഷത്തിന് ശേഷം എന്ത് തുക തിരികെ ലഭിക്കും? ഓക്കെ, 10% കൂട്ടുപലിശ നിരക്കെന്ന് പറയുന്നത്. അപ്പൊ ശതമാനം എന്ന് പറയുന്നത് 10%, വർഷം എന്ന് പറയുന്നത് 2. അപ്പൊ ഇവിടെ കൂട്ടുപലിശ എന്നാണ് പറഞ്ഞത്. പലിശയുടെ മേല് പലിശ കാണുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് കൂട്ടുപലിശ. ഓക്കെ, അപ്പൊ സാധാരണ നമ്മൾ ഓരോ വസ്തുതയും കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ കൂട്ടിയെടുക്കാറുണ്ട്. പക്ഷേ 2, 3, 4 വസ്തുവൊക്കെ പറഞ്ഞത് റിസ്ക് ആണ്. എങ്കിൽ ഒരു സൂത്രവാക്യം പഠിച്ചു വെക്കണം. കൂട്ടുപലിശ കാണാനായിട്ടൊരു സൂത്രവാക്യം ഉണ്ട്. ആ സൂത്രവാക്യം ഇങ്ങനെ പറയാറ്: P × 1 + R/100 all raised to n. ഇവിടെ ഇത്രയും വലിയ ഇക്വേഷൻ ആണെങ്കിലും നിങ്ങൾ ഇത് തന്നെ എല്ലാം ഒന്നും എഴുതേണ്ട ആവശ്യം ഇല്ല. ശ്രദ്ധിച്ചു നോക്കിയേ, പി നമുക്ക് എത്ര കൊടുക്കാം? 5000 ഇൻറ്റു, ഓക്കെ അല്ലേ. ഞാൻ ഇവിടെ വെച്ചിട്ടാ പറഞ്ഞത്, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാ പറയാൻ പോണേ. 1 ഉണ്ട്, 1 ഇവിടെ സ്ഥിരസംഖ്യയാണ്, പ്ലസ് ആണ്, 100 ആണ്. 6 എന്ന് പറയുന്നത് 10 ആണ്. ശരിയല്ലേ? ഞാൻ നിങ്ങളോട് ഒന്നാമതൊരു പ്രോബ്ലം ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. 1ഉം മൈനസും വന്നാൽ ഇവിടെയുള്ള സംഖ്യ ഇതിൽ നിന്ന് കുറച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ 1ഉം പ്ലസും വന്നാൽ
ഈ സംഖ്യയോടൊപ്പം 10 കൂട്ടിയാൽ മതി. 100ന്റെ കൂടെ 10 കൂട്ടിയാല് 110. 100ന്റെ കൂടെ 10 കൂട്ടിയാല് 110. അടിയിൽ ആര് തന്നെ? 100 തന്നെ. അടിയില് 100 തന്നെ. ഒന്നുകൂടെ 1ഉം പ്ലസും വന്നാല് ഇവിടെയുള്ള 6 100ന്റെ കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 110/100. ചോദ്യത്തിൽ 2 വർഷം എന്നായത് കൊണ്ട് 2 പ്രാവശ്യം നമ്മളിത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? വെട്ടണം. 0ഉം 0ഉം വെട്ടാം. ഈ 0ഉം 0ഉം വെട്ടാം. 2 0 2 0 വെട്ടാം. അപ്പൊ ഇനി ഇവിടെ ഉള്ളത് ആരൊക്കെയാ? 50 × 11 × 11. ഓക്കെ അല്ലേ? നമുക്കറിയാം 11 × 11 എന്ന് വെച്ചാല് 121 × 50. 5 കൊണ്ട് നമുക്ക് ഗുണിക്കാം. 5 5 2 10. 1 5 1 6 1 0. എത്രയാ? 6050. ആ ചോദ്യം നോക്കി അറിയാൻ പറ്റും എന്ത് തുക തിരികെ ലഭിക്കും. എന്ത് തുക കിട്ടും? 6050 രൂപ തിരികെ ലഭിക്കും. അതേസമയം ചോദ്യം എന്ത് പലിശ കിട്ടുമെന്നാണെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ 6050 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മുതലായ 5000 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിട്ട് മാറും? 1050 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ചോദ്യം വ്യക്തമായിട്ട് വായിക്കണം. തിരികെ കിട്ടുന്ന തുക എന്നാണെങ്കിൽ ആൻസർ 6050. തിരികെ ലഭിക്കുന്ന പലിശ അല്ലെങ്കിൽ കൂട്ടുപലിശ എന്നാണെങ്കിൽ ആൻസർ 1050. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, നമുക്കൊരു ചോദ്യം കൂടെ ചെയ്യാം. 50,000 രൂപ 8% വാർഷിക നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 50,000 രൂപ 8% വാർഷിക നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശ എന്ത്? 2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശ എന്ത്? ഓക്കെ അല്ലേ? ഓക്കെ, കമന്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. നമുക്ക് 5000 രൂപയാണെന്ന് 50,000 രൂപ 8% നിരക്ക് 2 വർഷം. 8% 2 വർഷം. നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് നമുക്കറിയാം 50,000 × 8% ആയതുകൊണ്ട് 100ന്റെ കൂടെ കൂട്ടിയെടുത്താൽ മതി. നമുക്ക് എന്തോ പറയാം? 108/100 എന്ന് പറയാം. 2 വർഷം ആയതുകൊണ്ട് 2 പ്രാവശ്യം എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? വെട്ടാലോ? ഈ 0ഉം ഈ 0ഉം വെട്ടാം. ദെൻ മാത്സിന് വീക്കായിരിക്കുന്നവർ ഒരു കാരണവശാലും ഈ 0ഉം 0ഉം വെട്ടിക്കളയരുത്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഈ 0ഉം ഈ 0ഉം വെട്ടാം. ഈ 0ഉം ഈ 0ഉം വെട്ടാം. 2 0 2 0 വെട്ടാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 5 × 108 × 108. ഓക്കെ അല്ലേ? എന്ന് വെച്ചാൽ 108ന്റെ സ്ക്വയർ എടുത്തിട്ട് 5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ അല്ലേ? നമുക്ക് പെട്ടെന്ന് ചെയ്തു നോക്കാം. ഇനി എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിച്ച് 108ന്റെ സ്ക്വയറിനെ പറ്റിയാ പറയാൻ പോണേ. ഓക്കെ, നമുക്ക് എങ്ങനെ പെട്ടെന്ന് സ്ക്വയർ കാണാം? എല്ലാ നമ്പറും പറ്റില്ല, നോക്കിക്കൊള്ളണം. 101 മുതൽ 109 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെ പെട്ടെന്ന് കാണാം എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചേ, നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് 108ന്റെ സ്ക്വയറിനെ പറ്റിയാ പറയാൻ പോണേ. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. 8 × 8 എന്ന് പറയുന്നത് 8 64. 8 64 പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ്. 8 64. രണ്ടാമത്തെ സ്റ്റെപ്പ് 8 × 8 64 എങ്കിൽ 8 + 8 8 8 കൂടെ കൂട്ടി എത്രയാ പറഞ്ഞേ? 16. അവസാനം 1. ഇങ്ങനെ കൊടുത്താലും മതി. ഓക്കെ, എത്രത്തോളം മനസ്സിലായി എന്നറിയില്ല, ഒന്നുകൂടെ പറയുക. 108ന്റെ സ്ക്വയർ പെട്ടെന്ന് കാണാനായിട്ട് 8ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64. 8 × 8 64. 8 + 8 16. ഇവിടെ 1 അങ്ങ് എടുത്തെഴുതിയാൽ മതി. ഇനി തീർന്നില്ല, നമുക്ക് എന്ത് വേണം? × 5 വേണം. നോക്കാം. 4 5 20. ഓക്കെ, 6 5 30. 30 2 32. 3 ശിഷ്ടം. വീണ്ടും 6 5 33. 33. 3 ശിഷ്ടം. 1 5 3 8.
5. എത്ര കിട്ടി? 58,320. ഓക്കെ, നമുക്ക് പലിശയാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ 8,320. 8,320. ഓക്കെ ആണോ? നൂറ്റി 1 to 109 വരെയുള്ളതിൽ വേറെ ഒരു സംഖ്യ കൂടി സ്ക്വയർ ഇതുപോലെ ഒന്ന് പറഞ്ഞു തരുമോ? ആ ഓക്കെ, പറയാം. നോക്കിയേ, നമുക്ക് 101 പറ്റി നോക്കാം. 101ന്റെ സ്ക്വയർ. ഓക്കെ, നമുക്ക് ആദ്യം ഇതിന്റെ റെഗുലർ ആയിട്ട് ചെയ്ത് വെക്കാം. നോക്കിയേ, 101 ഇൻറ്റു 101 ചെയ്യുകയാണെങ്കിൽ 1 0 1 0 0 0 1 0 1. നമുക്ക് നോക്കിയേ, 1 0 2 0 1. ഇതാണ് കറക്റ്റ് ആൻസർ. നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഇതെങ്ങനെ കിട്ടുമെന്നാ പറയാൻ പോണേ. നോക്കിയേ, ഞാൻ പറഞ്ഞു ഇവിടെയുള്ള 1 അല്ലേ, അപ്പൊ 1 ഇൻറ്റു 1 1. അത് ഒരക്കമേ ഉള്ളൂ. നമ്മൾ 2 അക്കമായിട്ട് എഴുതണം. 0 1. വീണ്ടും 1 + 1 2. അതും ഒരക്കമേ ഉള്ളൂ. 2 അക്കമാക്കി എഴുതണം. 0 2. അവസാനം കിടക്കുന്നത് ഇവിടെ 1 ആണ്. ആ 1നെ എടുത്ത് എന്ത് ചെയ്താൽ മതി? സൈഡിൽ കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? നേരത്തെ 8 8 64 2 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ 0 കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. 8 8 16 2 ഉണ്ട്. 0 കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ 102ന്റെ സ്ക്വയറോടെ നോക്കാമല്ലോ. നോക്കിയേ, 2 ഇൻറ്റു 2 4. നമുക്ക് 2 അക്കമാക്കി എഴുതാം. 0 4. 2 + 2 4. നമുക്കതിനെ 0 4. ഇവിടെ എന്താ? 1. ഒന്നുകൂടെ നോക്കാം. 103ന്റെ സ്ക്വയർ 3 3 9. 0 9 ആക്കി എഴുതാം. 3 + 3 6. 0 6. പിന്നെ എത്രയാ? 1. ഓക്കെ, ഒരെണ്ണം കൂടെ എഴുതാം. 104ന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4 4 16 അല്ലെ? അപ്പൊ 2 അക്കം ആയിട്ടുണ്ട്, പ്രശ്നമില്ല. 4 + 4 8. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 0 8. അവസാനം ആരാ? 1. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതൊന്ന് മാറ്റിയാണേ. ദെൻ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങാണ്ട് ഞാൻ നിങ്ങൾക്ക് 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കാണുന്ന രീതി പറഞ്ഞു എന്ന് തോന്നുന്നു. നോക്കിയേ, 15ന്റെ സ്ക്വയർ പെട്ടെന്ന് എങ്ങനെ കാണുമെന്ന് അറിയാലോ. 5ന്റെ സ്ക്വയർ 25. ഓക്കെ അല്ലേ? ഇവിടെ കിടക്കുന്ന നമ്പർ 1. സീരിയലി അടുത്ത നമ്പർ ഏതാ? 2. 1 × 2 എന്താണ്? 2. ഇവിടെ നോക്കിയേ, 25ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ 25. ഇവിടെ കിടക്കുന്ന നമ്പർ 2. 2 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാ? 3. 2 × 3 6. 35ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ 25. ഇവിടെ കിടക്കുന്ന നമ്പർ 3. സീരിയലി അടുത്ത നമ്പർ 4 ആണ്. 3 4 12. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇതും കൂടെ ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ഇങ്ങനെയൊക്കെ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ വീണ്ടും അടുത്തിലോട്ട് പോയാൽ ഞാൻ ഈ സ്ക്വയർ പറഞ്ഞത് കൊണ്ട് വീണ്ടും ഞാൻ ആ മേഖലയിൽ നിന്നുള്ള 2-3 ക്വസ്റ്റ്യനാ പറയാൻ പോണേ. ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? ഓപ്ഷൻ എ 16a⁵5. ഓപ്ഷൻ ബി 8a�8. ഓപ്ഷൻ സി 9a�9. ഓപ്ഷൻ ഡി 25a�10. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? ഇതാണ് ചോദ്യം. അറിയാന്നുള്ളവർ ഓപ്ഷൻ ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, ഓപ്ഷൻ ഡി പറഞ്ഞു. ഓക്കെ, ഡി തന്നെയാണ് കമന്റ് ചെയ്തത്. ഓക്കെ, ശരി തന്നെയാണ്. ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ആരോ സി പറഞ്ഞു. സി അല്ല, നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. പേടിക്കേണ്ട, നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ
എന്താ ആശയം എന്ന് ചോദിച്ചാൽ പൂർണ്ണവർഗം എന്ന് വെച്ചാൽ മാത്തമെറ്റിക്കലി നമുക്കതിനെ ഇങ്ങനെ പറഞ്ഞാൽ പോരെ, റൂട്ട് എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ നോക്കിയേ, 16 റൂട്ട് ഉണ്ട്, എത്രയാ? 4. പക്ഷേ a⁵ നമുക്ക് റൂട്ടായിട്ട് പറയാൻ പറ്റില്ല. പറയണമെങ്കിൽ എയുടെ പവറും കൂടെ ഒരു ഇരട്ട സംഖ്യ ആയിരിക്കണം. 16 റൂട്ട് ഉണ്ട്, പക്ഷെ എയുടെ പവർ ഒറ്റ സംഖ്യയാണ്, അപ്പോൾ ഇതിന് റൂട്ട് ഇല്ല. ഇനി 8 ചിന്തിച്ച് നോക്കിയേ, 8 റൂട്ടേ ഇല്ല, അപ്പൊ ഇത് എടുക്കാൻ പറ്റില്ല. ഇവിടെ പവർ നോക്കിയിട്ട് കാര്യമില്ല, 2 ആളുകളും ക്ലിയർ ആയി വരണം. 9 റൂട്ട് ഉണ്ട്, പക്ഷെ a⁹ റൂട്ട് ഇല്ല, കാരണം 9 ഒരു ഒറ്റ സംഖ്യയാണ്. ഓക്കെ, ഇനി അടുത്ത് ഡി നോക്കിയേ, 25 റൂട്ട് ഉണ്ട്, 5 ആണ്. a⁻10 റൂട്ട് ഉണ്ട്, കാരണം 10 ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ ആണോ? സാർ അത് മനസ്സിലായില്ല. ഈ a⁻10 എങ്ങനെ റൂട്ട് വരുമെന്നാ? പറഞ്ഞുതരാം. ഞാൻ അതൊന്നും ഇറേസ് ചെയ്യാനേ നോക്കിക്കോളാം. ഇവിടെ ഇപ്പോ 25 a⁻10 എന്ന് വെച്ചാൽ പൂർണ്ണവർഗം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തു. 25 എനിക്ക് എങ്ങനെ പറയാം? 5 × 5 എന്ന് പറയാം, ഇൻറ്റു a1 2 3 4 6 7 8 9 10 10 പ്രാവശ്യം ഞാൻ എഴുതി വെച്ചു. അപ്പൊ നമ്മൾ സാധാരണ പഠിക്കുന്നത് റൂട്ടിനകത്ത് ഒരു സംഖ്യ 2 പ്രാവശ്യം വന്നാൽ ഒരാളെ പുറത്തെടുക്കാം. അപ്പൊ നോക്കിയേ, 2 5 വന്നു, ഒരു 5നെ പുറത്തെടുത്തു. നോക്കിയേ, 2a വന്നു, ഒരു എയെ പുറത്തെടുത്തു. 2a വന്നു, ഒരു എ പുറത്തെടുത്തു. ഇവിടുന്നും ഒക്കെ എന്ത് ചെയ്തു? ഓരോ എ പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിന് എന്തുണ്ട്? റൂട്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ ചെറിയ രൂപമൊക്കെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിനെല്ലാം ഗുണിച്ച് നോക്കുമ്പോൾ എന്തോ പറയാം? 1 2 3 4 5. അപ്പോ 5 × a⁵5 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഓപ്ഷനിൽ നേരത്തെ കൊടുത്ത നമ്പറുകളിലൊന്നും അതിനകത്ത് ആൻസർ ഇല്ല. കാരണം ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് നമ്മൾ കൊടുത്തത് ആരെയാ? ആ ഓപ്ഷൻ എ ഒന്ന് വായിക്കാവോ? എങ്ങനെയാ? 16 a⁻, എത്രയാ കൊടുത്തിരിക്കുന്നത്? 5. അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നോക്കിയേ, 16നെ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? 4 × 4 ഇൻറ്റു അടുത്ത് നോക്കിയേ, a × a. ഇങ്ങനെയല്ലേ നമ്മൾ എഴുതൂ? ഇതിൽ നിന്നും ഒരു 4 പുറത്തെടുത്തു, ഇവിടെ നിന്ന് ഒരു എ പുറത്തെടുത്തു, ഇവിടെ നിന്നും ഒരു എ പുറത്തെടുത്തു. പക്ഷെ ഇവിടുന്ന് ഒരാളെ പുറത്തെടുക്കാൻ പറ്റൂല. എന്ന് വെച്ചാൽ ഇതിന് വ്യക്തമായ റൂട്ട് ഇല്ല എന്നർത്ഥം. റൂട്ട് വരണമെങ്കിൽ അവയുടെ പവർ എന്തായിരിക്കണം? ഒരു ഇരട്ട സംഖ്യ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോരുത്തരെ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും. ആശയം മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണ് സാർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, k⁻16ന്റെ വർഗമൂലം എന്ത്? k⁻16ന്റെ വർഗമൂലം എന്ത്? ഓക്കെ, എന്താണ്? ആൻസർ ചെയ്തിട്ടുണ്ട്. k⁻8 പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് തന്നെയാണ്. നോക്കാം നമുക്ക്. എന്ന് വെച്ചാല് റൂട്ടിനകത്ത് k16 പ്രാവശ്യം ഉണ്ട്, പകുതി പുറത്തെടുത്താൽ 8 പ്രാവശ്യം പുറത്തെടുക്കും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? k⁻8 എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഇതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. k⁻mന്റെ വർഗമൂലം എന്ന് പറയുന്നത് k⁻mന്റെ പകുതി ആയിരിക്കും, m/2 ആയിരിക്കും. ഓക്കെ അല്ലെ? ഇങ്ങനെ പഠിച്ചാലും മതി. k⁻mന്റെ വർഗമൂലം k⁻m/2 ആയിരിക്കും. k⁻m/2 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, k⁻16. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? k⁻16/2 k⁻8. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഓർക്കണം, k⁻mന്റെ വർഗമൂലം k⁻m/2 ആയിരിക്കും. മറന്നു പോവരുത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ചെയ്തേ.
36 p⁻36 വർഗമൂലം എന്ത്? 36 p⁻36 വർഗമൂലം എന്ത്? ആർക്കെങ്കിലും കിട്ടിയോ? ഓക്കെ, നമുക്ക് നോക്കാം. ഇതിന് നമ്മൾ യഥാർത്ഥത്തിൽ എഴുതുന്നത് ഇങ്ങനെയാ. 36 p⁻36 വർഗമൂലം എന്ന് പറയുമ്പോൾ റൂട്ട് എന്നാ പറയണേ. 36ന്റെ റൂട്ട് നമുക്കറിയാം എത്രയാണ്? 6 പിന്നെ ഇവിടെ ഒരു പി കിടപ്പുണ്ട്. പി 36 പ്രാവശ്യമുണ്ട്. പിയുടെ പകുതി 36ന്റെ പകുതി എത്രയാ? 18. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ? 6 p⁻18. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. ഇതൊന്ന് ചെയ്തു നോക്കാവോ? ഓക്കെ, ഒരാൾ 4 എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, 4 3 എന്നൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് നോക്കാം, എന്തായാലും നോക്കാം. കഴിക്കട്ടെ. ഓക്കെ, റൂട്ട് 1 എന്ന് വെച്ചാൽ 1 എന്നാണ് ആൻസർ. റൂട്ട് 1 എന്ന് വെച്ചാൽ 1. ആ 1 3നോടൊപ്പം കൂട്ടിയാൽ എന്തായി മാറും? റൂട്ട് 4 ആയിട്ട് മാറും. റൂട്ട് 4 എന്ന് വെച്ചാൽ 2 ആണ്. ക്ലിയർ അല്ലേ? ഈ 2 7ന്റെ കൂടെ കൂട്ടിയാൽ റൂട്ട് 9 എന്നായിട്ട് മാറും. റൂട്ട് 9 എന്ന് വെച്ചാൽ 3 ആണ്. ഈ 3 13ന്റെ കൂടെ കൂട്ടിയാൽ 16 ആകും. റൂട്ട് 16. റൂട്ട് 16 എന്ന് വെച്ചാൽ എന്താ ആൻസർ? 4. ഓക്കെ ആണോ? നമ്മുടെ ആൻസർ 4. വ്യക്തമാവുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞത്? ഒന്നുകൂടെ പറയണമെന്നുണ്ടോ? എന്താ? ബോർഡ് ഫുള്ളായിട്ട് കാണുന്നില്ല. ഇവിടെ 3 മാത്രം കാണുന്നുള്ളൂ. 3 മാത്രമേ കാണുന്നുള്ളൂ? ഇല്ല, ക്വസ്റ്റ്യനിലെ 3 മാത്രമേ കാണുന്നുള്ളൂ. 13 കാണുന്നില്ല. ആണോ? എല്ലാവർക്കും അങ്ങനെയാണോ? അല്ല സാർ, ഫുള്ള് കാണാം. കാണാം. Full അപ്പൊ എന്താ screen ഒന്ന് നോക്കി. എന്തെങ്കിലും എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണോ? അത് ഫുൾ സ്ക്രീൻ കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പൊ നോക്കിയേ നിങ്ങൾ ആ സംശയം വന്ന ആളൊന്ന് നോക്കിയേ, ഡിസ്പ്ലേ ഒന്ന് ക്ലിയർ ചെയ്തേ. ഓക്കെ. ഓക്കെ സാർ, ഓക്കെ. അപ്പൊ ഞാൻ ഒരു ചോദ്യം കൂടെ, ഇതേ രീതിയിലുള്ള ഒരു ചോദ്യം കൂടെ ഇടാം. ഇത് കൂടെ ഒന്ന് ചെയ്തു നോക്കൂ. ഓക്കെ ആണോ?
ഓക്കെ 4 എന്ന് പറഞ്ഞു. ഓക്കെ നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. 9 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ആണ് ആൻസർ അല്ലേ. ഈ 3 46ന്റെ കൂടെ കൂട്ടുമ്പോൾ എന്തോ കിട്ടും? 49. റൂട്ട് 49 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 7 എന്നാ അല്ലെ. ഈ 7 93ന്റെ കൂടെ കൂട്ടിയാൽ എന്തോ കിട്ടും? 100. റൂട്ട് 100 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 10 എന്നാ. ഈ 10 6ന്റെ കൂടെ കൂട്ടി എന്തോ കിട്ടും? 16 എന്ന് കിട്ടും. റൂട്ട് 16 എന്ന് വെച്ചാൽ എന്താണ്? 4. നമ്മുടെ ആൻസർ എന്താണ്? 4. വ്യക്തമാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങള്? ഓക്കെ അല്ലേ? ഓക്കെ 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 സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടുന്ന് വ്യത്യസ്തമായ ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ. റൂട്ട് ഓഫ് 12 പ്ലസ് റൂട്ട് ഓഫ് 12 പ്ലസ് റൂട്ട് ഓഫ് 12 പ്ലസ് ഇവിടെ ഡോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻഫിനിറ്റീവിനെ സൂചിപ്പിക്കാനാണ് ഈ ഡോട്ട്സ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതൊരു വലിയ റെയർ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ഇതൊക്കെ സ്ഥിരം ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് നോക്കണം, ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് എന്തായാലും നമ്മൾ പഴയ രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഇൻഫിനിറ്റി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ ഈ 12 നമ്പറിന് എന്തില്ല? റൂട്ട് ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി, തന്നിരിക്കുന്ന 12 അതിന്റെ കൂടെയുള്ള ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് 12 കഴിഞ്ഞു വരുന്ന പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കുക. ഏതാ 12 കഴിഞ്ഞു വരുന്ന പൂർണ്ണവർഗം ഏതാ? 16 അല്ലേ. അതായത് റൂട്ട് 16 എന്ന് എന്താ അർത്ഥം? 4. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കണം? 4 ആയിരിക്കണം. അപ്പൊ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവിടെ ഏത് നമ്പറാണോ കിടക്കുന്നത് പ്ലസ് ആണെങ്കിൽ ആ നമ്പർ കഴിഞ്ഞു വരുന്ന പൂർണ്ണവർഗം ഏതാണ്? 16 ആണ്. 12 കഴിഞ്ഞാൽ പിന്നെ 16 അല്ലേ ഉള്ളൂ. 16 ആണ്. 16ന്റെ ആൻസർ എത്രയാ? 4. ഇത് ഒരു മോഡല്. അല്ലാത്ത പക്ഷെ ഇത് മനസ്സിലാകുന്നില്ല എന്നാണെങ്കിൽ നേരെ 12 എടുക്കണം. എന്നിട്ട് നോക്കണം അടുത്തടുത്തുള്ള ഏത് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 12 കിട്ടും. അടുത്തടുത്തുള്ള ഏത് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 12 കിട്ടും. അപ്പൊ നോക്കിയേ, 4ഉം 3ഉം കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും? 12 കിട്ടും. 4ഉം 3ഉം കൂടെ ഗുണിച്ചാൽ 12 കിട്ടും. ശരിയല്ലേ? ഇതല്ലാതെ വേറെ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടില്ല? അല്ലെങ്കിൽ അടുത്തടുത്തുള്ള നമ്പർ വേറെ ആരും ഇല്ല. 12 കിട്ടുന്ന നമ്പറും ഉണ്ട്. നമുക്കറിയാം 6, 2, 12 ആണ്. പക്ഷേ 6ഉം 2ഉം അടുത്തടുത്തുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ 4, 3 എന്താ? അടുത്തടുത്തുള്ള നമ്പർ തന്നെയാണ്. 4, 3, 12. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 4 ആയിരിക്കും. ഇനി ചിഹ്നം മൈനസ് ആണെങ്കിൽ നമ്മുടെ നമ്പർ എന്തായിരിക്കും? ആൻസർ എന്തായിരിക്കും? 3 ആയിരിക്കും. ക്ലിയർ അല്ലേ? പറഞ്ഞത് ഇങ്ങനെയാണ്. ചോദ്യത്തില് പ്ലസ് ആണ് കിടക്കുന്നതെങ്കിൽ വലിയ നമ്പർ ആൻസർ ആയിട്ട് എടുക്കുക. ദെൻ മൈനസ് ആണ് കിടക്കുന്നതെങ്കിൽ ചെറിയ നമ്പർ ആൻസർ ആയിട്ട് എടുക്കുക. ക്ലിയർ അല്ലേ? നമുക്ക് ഈ രീതിയിലൂടെ ഇപ്പൊ പഠിക്കാൻ പറ്റും. പിന്നെ അല്പം ഡെപ്തിൽ ഇറങ്ങി പോകണമെന്നുണ്ട്. കാരണം പക്ഷേ നമുക്കത് ഒരുപാട് സമയം എടുക്കും ഇതിലേക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഇത് ഷോർട്ട് കട്ട് മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞേ. ഇവിടെ പ്ലസ് വന്നാൽ വലിയ നമ്പർ എടുക്കുക, മൈനസ് ആണെങ്കിൽ എന്തെടുക്കുക? ചെറിയ നമ്പർ എടുക്കുക. ഓക്കെ ആണോ? ഓക്കെ. നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. ഓക്കെ, ആൻസർ പറഞ്ഞു. 5 പറഞ്ഞു. ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കി 5 ആണോ എന്ന്. 4 വരേണ്ട കാര്യം എന്താ? ഇവിടെ മൈനസ് ആ കിടക്കുന്നത് അല്ലെ, മൈനസ് ആ കിടക്കുന്നത്. അപ്പൊ എന്താ? 4 ഗുണം 5 ആണ് എന്തെന്ന് പറയുന്നത്? 20 എന്ന് പറയുന്നത്. മൈനസ് ആയതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? ചെറുതെടുക്കാം. പ്ലസ് ആയിരുന്നു എങ്കിൽ നമുക്ക് ആരെ പറയായിരുന്നു? 5 പറയായിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. റൂട്ട് 200 മൈനസ് റൂട്ട് 50. ഇതൊന്ന് ചെയ്ത് നോക്കാവോ?
ശ്രമിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നോക്കി, ഇവിടെ റൂട്ട് 200 കിടപ്പുണ്ട്, റൂട്ട് 50 കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ആൻസർ ചെയ്യുന്നതിന് മുമ്പായിട്ട് വേറെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോണേ. ഒന്ന് ശ്രദ്ധിച്ചേ. 5 റൂട്ട് 2, 3 റൂട്ട് 2, 4 റൂട്ട് 3 എന്നൊക്കെ പറഞ്ഞാല് ഇതിനകത്ത് റൂട്ട് 2 ഉണ്ട്, റൂട്ട് 2 ഉണ്ട്, റൂട്ട് 3 ഉണ്ട്. ഈ റൂട്ട് ചേർന്ന ഈ സംഖ്യകളെ വിളിക്കുന്ന പേരെന്താണ്? ആർക്കെങ്കിലും അറിയാമോ? ഈ റൂട്ട് 2 അല്ലെങ്കിൽ റൂട്ട് 3 വിളിക്കുന്ന പേരറിയാമോ? ഇറാഷണൽ നമ്പർ. ഇറാഷണൽ പറയാം. അവിടെ നമുക്ക് ഇങ്ങോട്ട് നോക്കിയേ, റൂട്ട് 2, റൂട്ട് 3, പൈ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഇറാഷണൽ എന്ന് പറയാം. എന്നാൽ പൈ ഉൾപ്പെടാതെ റൂട്ട് 2, റൂട്ട് 3 എന്ന് വെച്ചാല് വ്യക്തമായ റൂട്ട് വാല്യൂ ഇല്ലാത്ത സംഖ്യകളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ പേര് ഇങ്ങനെയാ പറയാറ്, കരണികൾ എന്നാണ്. എന്താണ്? കരണികൾ എന്നാണ്. ആരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്? ഗുഡ് ഗുഡ് ഗുഡ്, കൊള്ളാം. കരണികൾ എന്നാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ എന്തോ പറയും? തട്സ് എന്ന് പറയും. SURDS, തട്സ് എന്ന് പറയും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എന്താണ് കരണികൾ എന്ന് ചോദിച്ചാല് വ്യക്തമായ റൂട്ട് വാല്യൂ ഇല്ലാത്ത സംഖ്യകളെ നമുക്ക് എന്തോ പറയാം? കരണികൾ എന്ന് പറയാം. ഓക്കെ ആണോ? ഓക്കെ അല്ലയോ? ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരു ചോദ്യം കൂടി ചോദിക്കാം. വ്യക്തമായ റൂട്ട് വാല്യൂ ഉള്ള സംഖ്യകളെ നമുക്ക് എന്ത് പറയാം? എന്ത് പറയാൻ പറഞ്ഞേ? വ്യക്തമായ റൂട്ട് വാല്യൂ ഉള്ള സംഖ്യകളെ എന്തോ പറയാം? പൂർണ്ണ വർഗം എന്ന് പറയാം. എന്ത് പറയാം? പൂർണ്ണ വർഗം എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാം. ഓക്കെ ആണോ? വ്യക്തമായ റൂട്ട് വാല്യൂ ഇല്ല എങ്കിൽ അവയെ കരണികൾ എന്ന് പറയാം. വ്യക്തമായ റൂട്ട് വാല്യൂ ഉണ്ടെങ്കിൽ അവയെ നമുക്ക് എന്ത് പറയാം? പൂർണ്ണവർഗം എന്ന് പറയാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ പറയുന്നത് ഒരു കരണിയാണ്. കാരണം വ്യക്തമായ റൂട്ട് വാല്യൂ ഇല്ല. ഇത് എന്ത് തന്നെയാണ്? ഒരു കരണിയാണ്. ഓക്കെ, സട്സ് ആണ്. ഈ സട്സുകള് എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറയ്ക്കാം എന്നതാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ സട്സുകള് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ നിർബന്ധം സട്സ് ഈക്വൽ ആയിരിക്കണം. ഇവിടെ 200, ഇവിടെ എന്താ? -50. ഇതൊരിക്കലും ഈക്വൽ ഒന്നും അല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ റൂട്ട് 200 നമുക്കൊന്ന് ചെറുതാക്കാം. 200 എന്ത് ചെയ്യാം? ചെറുതാക്കാം, ഫാക്ടറൈസ് ചെയ്യാം. നോക്കിയേ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 100. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് എത്ര പറയാം? 50. വീണ്ടും 2 കൊണ്ട് ചെയ്താല് 25. വീണ്ടും 5 കൊണ്ട് ചെയ്താല് 5. ശരിയല്ലേ? നമ്മൾ ഇതിനെ ഗ്രൂപ്പ് ചെയ്യണം. 2 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യണം. നോക്കിയേ, ഒരു 2 പുറത്തെടുത്തു, ഒരു 5 പുറത്തെടുത്തു. ഇവിടെ 2 എങ്ങനെയുണ്ട്? ഒറ്റയ്ക്കുണ്ട്. അപ്പൊ എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാല് ഈ പുറത്തെടുത്തവ തമ്മിൽ ഗുണിക്കണം. 5 2 10. ഒറ്റയ്ക്ക് കിടക്കുന്ന 2നെ ഒരു റൂട്ടിനകത്തങ്ങ് എഴുതണം. അപ്പൊ എന്തോ കിട്ടി? 10 റൂട്ട് 2. അപ്പോൾ 200 റൂട്ട് 200 എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്തെന്ന് പറയുന്നതാ? 10 റൂട്ട് 2 എന്ന് പറയുന്നതാണ് നല്ലത്. അപ്പോൾ റൂട്ട് 200 ബദലായിട്ട് പറഞ്ഞ വാക്കാണ് അല്ലെങ്കിൽ നമ്പറാണ് 10 റൂട്ട് 2. ക്ലിയർ അല്ലേ? ഇതുപോലെ ഏത് ചെയ്യാം? നമുക്ക് 50 ചെയ്യാം. ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ ഉണ്ട്. എങ്കിലും ഒന്നുകൂടെ ചെയ്ത് നോക്കാം. 50നെയും നമ്മൾ എന്താക്കി? ചെറുതാക്കി. 2 കൊണ്ട് ചെയ്താൽ 25. വീണ്ടും 5 കൊണ്ട് ചെയ്താൽ 5. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, ഒരു 5നെ പുറത്തെടുത്തു, 2 ഒറ്റയ്ക്കുള്ളത് കൊണ്ട് 5 റൂട്ട് 2. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. റൂട്ട് 200 എന്ന് പറയുന്നതിന് 10 റൂട്ട് 2 എന്ന് പറയാം. റൂട്ട് 50 എന്ന് പറയുന്നതിന് 5 റൂട്ട്
2 എന്ന് പറയാം. ഇനി ഇവ തമ്മിൽ കുറയ്ക്കാൻ പ്രശ്നമൊന്നുമില്ല. 10-ൽ നിന്ന് 5 പോയാൽ 5, √2 നമുക്ക് അതുപോലെ എഴുതാം. ഓക്കെ അല്ലേ? 10-ൽ നിന്ന് 5 പോയ 5 ആണ്, √2 അതുപോലെ എഴുതാം. നമ്മുടെ ആൻസർ 5√2. ഓക്കെ ആണോ? അടുത്തതിലോട്ട് പോട്ടെ. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് വരാം. ഒരു മട്ടത്രികോണത്തിന്റെ ഒരു ന്യൂനകോണിന്റെ അളവ്, ഒരു മട്ടത്രികോണത്തിന്റെ ഒരു ന്യൂനകോണിന്റെ അളവ്, ഒരു മട്ടത്രികോണത്തിന്റെ ഒരു ന്യൂനകോണിന്റെ അളവ് 30 ഡിഗ്രി ആയാൽ, 30 ഡിഗ്രി ആയാൽ മറ്റേ ന്യൂനകോണിന്റെ അളവ് എന്ത്? മറ്റേ ന്യൂനകോണിന്റെ അളവ് എന്ത്? ഓക്കെ, പലരും പെട്ടെന്ന് കമന്റ് ചെയ്തു. ആൻസർ എത്രയാ? 60. ഓക്കെ, ഗുഡ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എങ്ങാണ്ട് മട്ടത്രികോണത്തിനെ പറ്റി കുറച്ചെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കണം, ഒരു മട്ടത്രികോണമാണ്. അപ്പൊ നമുക്കറിയാം ഒരു കോൺ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എങ്കിൽ ഒരെണ്ണം 30 എന്ന് പറയുന്നുണ്ട്. മറ്റേ കോണാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 180 ഡിഗ്രി ആണ്. ഇവ തമ്മിൽ കുറച്ചിട്ട് ബാക്കിയുള്ളത് എടുത്താൽ മതി. എത്രയായിരിക്കും? 60 അല്ലെ? 60 ഒരു ന്യൂനകോണാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു 90 ഡിഗ്രിയേക്കാൾ കുറഞ്ഞിരിക്കുന്ന കോണിനെയാണ് നമ്മൾ ന്യൂനകോൺ എന്ന് പറയാറ്. 90 ഡിഗ്രിയേക്കാൾ കൂടിയിരിക്കുന്ന കോണിനെയാണ് ബൃഹത് കോൺ എന്ന് പറയാറ്. 90 ഡിഗ്രി ആയ കോണിനെ മട്ടകോൺ എന്ന് പറയാറ്. 180 ഡിഗ്രിയേക്കാൾ ഉയർന്ന കോണിനെ പ്രതിലോമ കോൺ എന്നാണ് പറയാറ്. കഴിഞ്ഞ ക്ലാസ്സിന് വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ അവിടെ അടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്, ഒരു സമചതുര കട്ടയ്ക്ക് എത്ര മുഖങ്ങളുണ്ട്? ഒരു സമചതുര കട്ടയ്ക്ക് എത്ര മുഖങ്ങളുണ്ട്? ഒരു സമചതുര കട്ടയ്ക്ക് എത്ര മുഖങ്ങളുണ്ട്? അപ്പൊ നോക്കാം. ഒരു സമചതുര കട്ട വരയ്ക്കുകയാണ് കേട്ടോ. സമചതുര കട്ട വരച്ചു. നമുക്ക് അറിയേണ്ടത് എത്ര മുഖമുണ്ടെന്നാണ്. നമുക്ക് മുഖം കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. നമ്പർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് ഡൈസ് ഓർത്താൽ മതി. നമ്മൾ ഏണിയും പാമ്പും ഒക്കെ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഡൈസ് ഓർത്താൽ മതി. അതിനകത്ത് 6 മുഖമുണ്ട്. ആ മുഖത്തിലാണ് നമ്മൾ ഓരോ കുത്ത് കൊടുക്കാറ്. ഒന്നാമത്തെ മുഖത്തിൽ 1 കുത്ത്, രണ്ടാമത്തെ മുഖത്തിൽ 2 കുത്ത്, അങ്ങനെ ഏറ്റവും വലിയ കുത്തായിട്ട് നമ്മൾ പറയുന്ന ആരെയാ? 6 ആണ്. അപ്പൊ മുഖങ്ങളുടെ എണ്ണം 6. ഓക്കെ, പിന്നെ വീണ്ടും BSc ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, ഈ പറയുന്ന സമചതുര കട്ടയ്ക്ക് എത്ര മൂലകളുണ്ട്? എത്ര മൂലകളുണ്ട്? കോർണർ ഉണ്ട്? നോക്കിയേ, 1, 2, 3, 4, 5, 6, 7, 8. നമ്മുടെ ആൻസർ എത്രയാ? 8. ഓക്കെ, അപ്പൊ മുഖങ്ങളുടെ എണ്ണം 6, കോർണറുകളുടെ എണ്ണം 8. ഓക്കെ, മൂലകൾ 8, കോർണർ 8. ഇനി ഒരു ചോദ്യം ഇവിടുന്ന് വരുന്നത്, വക്കുകളുടെ എണ്ണം എത്ര? വക്കുകളുടെ എണ്ണം. അപ്പൊ നോക്കിയേ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. വക്കുകളുടെ എണ്ണം 12. വ്യക്തമായിട്ട് പഠിക്കണം, മറന്നു പോകരുത്. പറഞ്ഞത് ഇങ്ങനെയാണ്. എന്താ പറഞ്ഞേ? മുഖങ്ങളുടെ എണ്ണം 6, ഓക്കെ, മൂലകളുടെ എണ്ണം 8, വസ്തുക്കളുടെ എണ്ണം 12. വ്യക്തമല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, അതുപോലെ ഇവിടെ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, സമചതുര കട്ടയുടെ ഉപരിതല പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, സമചതുര കട്ടയുടെ ഉപരിതല പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കും? പെട്ടെന്ന് പഠിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഓർക്കാം. മൊത്തം എത്ര മുഖങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാല് 6 മുഖമുണ്ട്. ഓരോ മുഖത്തിന്റെയും ആകൃതി സ്ക്വയർ ആകൃതിയാണ്. അതുകൊണ്ട് ഒരു സ്ക്വയറിന്റെ അല്ലെങ്കിൽ ഒരു സമചതുരത്തിന്റെ ഏരിയ കാണുന്നത് A² എന്നാണ്. അപ്പൊ നമുക്ക് ചേർത്ത് ഇങ്ങനെ പറയാം, 6A². ഓക്കെ, സമചതുര കട്ടയുടെ ഉപരിതല വിസ്തീർണം സമം 6A² എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇതുപോലെ നമുക്ക് എന്ത് പഠിക്കേണ്ടി വരും? ഇതിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം. എങ്ങനെയാണ് സമചതുര കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? A³ എങ്ങനെയാണ്? A³. അപ്പൊ നോക്കണേ,
ഉപരിതല വിസ്തീർണമാണെങ്കിൽ 6a², വ്യാപ്തമാണെങ്കിൽ a³. ഓക്കെ, ഇനി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ സമചതുര കട്ടയുടെ വികർണത്തിന്റെ നീളം എന്ന് പറയുമ്പോ എതിർ കോണുകളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന വരയാണ് എന്തെന്ന് പറയുന്നത്? വികർണം. അപ്പൊ വികർണം കണ്ടുപിടിക്കുന്നത് a√3 എന്നാണ്. മറന്നു പോകരുത്. പറഞ്ഞു 6a² ഉണ്ട്, a³ ഉണ്ട്, പിന്നെ a√3 ഉണ്ട്. പിടികിട്ടുന്നുണ്ടോ? ഓക്കെ അല്ലേ? സമചതുര കട്ടയുടെ വികർണത്തിന്റെ നീളം സമം a√3. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം എന്ന് പറയുന്നത് എന്താണ്? a√2. എന്താണ്? a√2. മറന്നു പോകരുത്, a√2. ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ അല്ലേ? ഒരു ചോദ്യം അതെ, വികർണം. പറയൂ. അതെ, സമചതുര കട്ടയുടെ വികരണമാണെങ്കിൽ a√3. എന്നാൽ സമചതുരത്തിന്റെ വികരണം എന്നാണെങ്കിൽ a√2. ഓക്കെ, ഡൗട്ട് ചോദിച്ചോട്ടെ. എന്താ? പറയൂ. ഈ ബഹുഭുജം പോലെ അങ്ങനെയുള്ളതിന്റെ വക്കുകളും മുഖങ്ങളും ഒക്കെ കാണുന്ന ഒരു ഇക്വേഷൻ ഇല്ലായിരുന്നോ? മുഖങ്ങളുടെ എണ്ണം, വക്കുകളുടെ എണ്ണം, കോർണറിന്റെ എണ്ണം ഒക്കെ. വികർണമൊക്കെ അല്ലേ ഉദ്ദേശിച്ചത്? ഡയഗണൽസ് ആണോ ഉദ്ദേശിച്ചത്? അല്ല സാറേ, വികരണമല്ല. നമ്മൾ ഈ ബഹുഭുജത്തിന്റെ മൂലകളുടെ എണ്ണം 2n എന്നോ അങ്ങനെ. അത് നമുക്കേ ഞാൻ ഇതൊന്ന് മാറ്റോട്ടെ. ഓക്കെ. നമുക്ക് ബഹുഭുജം വരുമ്പോ നോക്കി ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് ലിമിറ്റ് ടൈമേ ഉള്ളൂ. ഉള്ളത് സ്പീഡായി പറഞ്ഞുതരാം. നമുക്ക് എത്ര വശങ്ങളുണ്ടെന്ന് ചോദിച്ചാല് 3 വശങ്ങളുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ പറയുന്നത് 1 2 3 4 എത്ര വശങ്ങളുണ്ട്? 4 വശങ്ങളുണ്ട് എങ്കിൽ 4 മൂലകൾ കാണും. അതുപോലെ തന്നെ 3 വശങ്ങളുണ്ട്, 3 മൂലകളുണ്ട്. എത്ര വശങ്ങളുണ്ടോ അത്രയും എന്തുണ്ട്? മൂലകളുണ്ടെന്നാണ് പറയുന്നത്. ഇതിനെ ത്രികോണം എന്ന് വിളിക്കും. 4 വശമുള്ളതിനെ വിളിക്കുന്ന പേര് ഷഡ്ഭുജം എന്നാണ്. 5 വശമാകുന്ന 2 3 4 5 വശം വന്ന് നമുക്ക് ഇതിനെന്ത് വിളിക്കും? പഞ്ചഭുജം എന്ന് വിളിക്കും. ഇങ്ങനെ ഒരുപാട് വശം വരുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കാറ്? ബഹുഭുജം എന്ന് വിളിക്കാറ്. ഇവിടെ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ പറയുമെന്ന് ചോദിച്ചാല് n-2 × 180 ഡിഗ്രി. n-2 × 180 ഡിഗ്രി കോണുകളുടെ തുക. ഇതുപോലെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വികരണത്തിന്റെ എണ്ണം ചോദിക്കും. കേൾക്കാവോ? കേൾക്കും സാർ. സ്ക്രീൻ പോയി സാറേ. ഒന്ന് കാണുന്നുണ്ട്. പാർട്ടിസിപ്പൻസ് ലെഫ്റ്റ് ആയി എന്നാണ്. ടൈം ആയതുകൊണ്ടാണോ സാറേ? കാണാനാവോ? ഹലോ സാറേ, കേൾക്കുന്നുണ്ട്, പക്ഷേ സ്ക്രീനില്ല. കാണുന്നില്ല. ഒരു മിനിറ്റ്. ടൈം ആയതുകൊണ്ടായിരിക്കും സാറേ.
ഇല്ല വെയിറ്റ് ചെയ്യണം അതിന്റെ ടെക്നിക്കൽ പ്രോബ്ലം. ഒരു മിനിറ്റ്. ഓക്കെ ആണോ? കാണാവോ? കാണാം, ഇപ്പൊ കാണാം. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞത് എവിടെയാണ്? 4 വർഷം എന്ന് പറഞ്ഞു, 5 വർഷം എന്ന് പറഞ്ഞു. കോണുകളുടെ തുക കാണുന്ന സൂത്രവാക്യം എന്ന് പറയുന്നത് n-2 × 180 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത് ഈ വർഷങ്ങളുടെ എണ്ണം ചോദിക്കുന്നതല്ല കാര്യം. കൂടുതലും ചോദിക്കുന്നത് വികരണങ്ങളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. ഈ വർഷങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്കറിയാം എത്ര വർഷം എത്ര കോണെന്നറിയാം. വേണമെങ്കിൽ പറയാം, ഒരു ബഹുഭുജത്തിന് മൊത്തം കോണുകളുടെ തുക എന്ന് പറയുന്നത് 1700 ഡിഗ്രിയാണ്. അതിന് എത്ര വശങ്ങളുണ്ട്, എത്ര കോണുകളുണ്ട് എന്ന് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ വികരണം ചോദിക്കാം, വികരണങ്ങളുടെ എണ്ണം ചോദിക്കാം. വികരണങ്ങളുടെ എണ്ണം ചോദിക്കാൻ n ഇൻറ്റു എന്ന് പറയാം n-3/2 എന്ന് പറയാം. n-n-3/2 എന്ന് പറയാം. n-n-3/2 എന്ന് പറയാം. ഓക്കെ ആണല്ലോ? ഈ പറഞ്ഞ ആശയം മനസ്സിലായോ? 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമതായിട്ട് പറഞ്ഞത് കോണുകളുടെ തുക n-2 ഇൻറ്റു 180 ഡിഗ്രി. രണ്ടാമത് പറഞ്ഞു n ഇൻറ്റു n-3/2. ഇതെന്താണ്? വികരണങ്ങളുടെ എണ്ണം. ഓക്കെ ആണോ? ഓക്കെ ആവുന്നുണ്ടോ? ടെക്നിക്കൽ എറർ ഉണ്ടെന്ന് തോന്നുന്നു. കേൾക്കാവോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. ഓക്കെ ആണല്ലേ? ഓക്കെ. അപ്പൊ നോക്കിയേ, ഇവിടുന്ന് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. ഈ എല്ലാ വശങ്ങളും തുല്യമായ ബഹുഭുജത്തിന് പറയുന്ന പേര് ഒന്ന് പറഞ്ഞേ. ഇല്ലടാ, അങ്ങനെയല്ല. സമബഹുഭുജം. എല്ലാ വശങ്ങളും തുല്യമായ ബഹുഭുജമാണ് സമബഹുഭുജം. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞേ? സമഭുജ ത്രികോണം. ഇത് സമബഹുഭുജം. ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് റെഗുലർ പോളിഗൺ എന്നാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ, ഒരു ക്വസ്റ്റ്യൻ എഴുതിയേ. 10 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എന്ത്? 10 വശമുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എന്ത്? എത്രയാ? 10 - 2 ഇൻറ്റു 180. ഒന്ന് പറഞ്ഞേ. 8 ഇൻറ്റു 180 എത്ര കിട്ടി? 800 × 8 = 640. അപ്പൊ എത്രയാ? 1040 ആണോ? ആയിരത്തി 440. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഈ ചോദ്യമൊക്കെ റീസെന്റ് ആയിട്ട് പരീക്ഷകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഇതുപോലെ ഒരു ചോദ്യം ചോദിക്കാം. നോക്കിയേ, 5 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ വികരണങ്ങളുടെ എണ്ണം എത്ര? നോക്കിയേ, 5 ഇൻറ്റു 5 - 3 2/2. 2 കൊണ്ട് 2നെ വെട്ടിയാ നമ്മുടെ ആൻസർ എത്രയാ? 5. ഓക്കെ ആവുന്നുണ്ടോ? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഒരുവിധം നമ്മളൊന്ന് മാക്സിമം ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും
ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ആത്മാർത്ഥമായിട്ട് മൊത്തം ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ നിന്നാണ് നമ്മൾ ഇത്രയും ക്ലിയർ ചെയ്തത്. ഓക്കെ, ദെൻ പരീക്ഷ നന്നായിട്ട് എഴുതുക. ഓക്കെ, ദെൻ ആത്മവിശ്വാസത്തോടെ പോയി എഴുതുക. ഓക്കെ, താങ്ക് യു.